നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സപ്ലൈകോ ഓണം ജില്ലാ ഫെയറിന്റെ ജില്ലാതല ഉദ്ഘാടനം യുവജനക്ഷേമം, കായികം, രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർവഹിച്ചു. അതുകൊണ്ടുകൂടിയാണ് വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. അത്തരം അതിരപ്പള്ളി ഡിവിഷനിൽ കാലടി പ്ലാന്റേഷനിലെ 17 കാട്ടാനക്കൂട്ടം എണ്ണപ്പന റോഡിലേക്ക് മറിച്ചിട്ടതിനെ തുടർന്ന് ഗതാഗതം മുടങ്ങി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സയൻസ് ഫെയർ കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ചു. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന കവാട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 17 ഉച്ചയ്ക്ക് 2:30 വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിക്കും. സംസ്ഥാനത്ത് പോലീസ് സ്റ്റേഷൻ ഭരണം SIമാർ ഏറ്റെടുത്തു. ഇടതുപക്ഷത്തിന്റെ സമരമുറകൾ അപരിഷ്കൃതമെന്ന് മന്ത്രി റോജി M. ജോൺ. ഞാൻ പറഞ്ഞല്ലോ 10 വർഷക്കാലം അവിടെ അവർ പറയുന്ന വെള്ളമില്ല, എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് തന്നെ അറിയില്ല. പല സൗകര്യങ്ങളും പരിമിതം പോരായ്മ. വാർത്തകൾ വിശദമായി. സപ്ലൈകോ ഓണം ജില്ലാ ഫെയറിന്റെ ജില്ലാതല ഉദ്ഘാടനം യുവജനക്ഷേമം, കായികം, രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർവഹിച്ചു. ഓണക്കാലത്ത് അരിയുടെയും മറ്റ് സാധനങ്ങളുടെയും വില കൂടാതിരിക്കാൻ 1.63 ലക്ഷം മെട്രിക് ടൺ അരി ഈ ഓണക്കാലത്ത് വിപണിയിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന്റെ ഇടപെടലിന്റെ ഭാഗമായി കൂടിയാണ് എല്ലാ ജില്ലകളിലും സപ്ലൈകോ ഓണം ഫെയർ സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉപഭോക്താക്കൾക്കായി പ്രത്യേക സമ്മാന പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ഓണം ഫെയർ കൂടാതെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓഗസ്റ്റ് 20 മുതൽ 25 വരെ ഓണം ഫെയറുകൾ നടത്തുന്നുണ്ട്. ജില്ലാ ഫെയർ രാവിലെ 10 മുതൽ രാത്രി 8 വരെ പ്രവർത്തിക്കും. തൃശൂർ കോർപ്പറേഷൻ പാലസ് ഗ്രൗണ്ടിലെ ഓണം ഫെയർ പരിസരത്ത് നടന്ന പരിപാടിയിൽ MLA രാജൻ J. പല്ലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഓണം ഫെയറിലെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. അത്തരമൊരു ഘട്ടത്തിൽ വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായ ഒരു ഇടപെടൽ എന്ന രീതിയിൽ കൂടിയാണ് സപ്ലൈകോ സ്ഥാപനങ്ങളുടെ അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെ അതിനേക്കാൾ കൂടുതലുള്ള സാധനങ്ങൾ ലഭ്യത ഉറപ്പുവരുത്തുന്ന പ്രവർത്തനത്തിന് സംസ്ഥാന ഗവൺമെന്റ് തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. 1,63,000 മെട്രിക് ടൺ അരിയാണ് ഇതിനോടകം സംസ്ഥാനത്തെ വിവിധ വിതരണ ശൃംഖലകളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അരിയുടെ വിലക്കയറ്റമാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയാസപ്പെടുത്തുന്ന ഒന്ന്. വില കൂടാതിരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അതിന്റെ ലഭ്യത കൂട്ടുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി 1,63,000 മെട്രിക് ടൺ അരി ഈ ഓണക്കാലത്ത് വിപണിയിലേക്ക് എത്തിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിച്ചു എന്നുള്ള ഒരു വലിയ ചാരിതാർത്ഥ്യം ഈ ഓണക്കാലത്ത് നമുക്കുണ്ട്. 250 കോടിയിലധികം വരുന്ന രൂപ ഈ ഓണവുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ മറ്റു പരിപാടികൾക്ക് വേണ്ടിയായി സംസ്ഥാന ഗവൺമെന്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞു. അതിന് പരമാവധി ലഭ്യത കൂട്ടിയിരിക്കുന്നതിനൊക്കെ വളരെ ആവശ്യമാണ്. തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ജില്ല ഇവിടെ വിപണനത്തിലൊക്കെ തന്നെ ഇതെല്ലാ കാര്യങ്ങളെയും ഇതുപോലെ ഭാഗമായി ഇടയ്ക്ക് നടത്തപ്പെടുന്ന ഈ സപ്ലൈകോ ഓണത്തിന് എല്ലാവിധ സമയത്തിന്റെ ഉപയോഗിക്കുകയും രാവിലെ നമുക്ക് ഏറ്റെടുത്തതായ പരിപാടികൾ
അതിരപ്പള്ളി ഡിവിഷനിൽ കാലടി പ്ലാന്റേഷനിലെ 17 കാട്ടാനക്കൂട്ടം എണ്ണപ്പന റോഡിലേക്ക് മറിച്ചിട്ടതിനെ തുടർന്ന് ഗതാഗതം മുടങ്ങി. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്ന സംഭവം. ഗതാഗതം മുടങ്ങിയതോടെ ബസ് യാത്രക്കാരും തോട്ടം തൊഴിലാളികളുടെ വാഹനങ്ങളും റോഡിൽ കുടുങ്ങി. പ്ലാന്റേഷനിൽ നിന്നും തൊഴിലാളികൾ എത്തി പന മുറിച്ചു മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. ചാലക്കുടി നഗരസഭ ഹൗസിംഗ് ബോർഡ് വാർഡ് വികസന സമിതിയുടെയും ചാലക്കുടി ലയൺസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആദരണീയം പരിപാടി സംഘടിപ്പിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ, പഠനോപകരണ വിതരണം, ഓണക്കിറ്റ് വിതരണം എന്നിവയും നടത്തി. മുൻ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ VJ ജോജി അധ്യക്ഷനായി. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ കേരള മൾട്ടിപ്പിൾ പാസ്റ്റ് ചെയർമാൻ സാജു പാത്താടൻ പഠനോപകരണ വിതരണം നടത്തി. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഇട്ടൂപ്പ് കോന്നുപറമ്പൻ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. സൗത്ത് സോൺ മീറ്റിൽ ട്രിപ്പിൾ ജമ്പിലും ലോങ് ജമ്പിലും വെള്ളി മെഡൽ നേടിയ അലി പുലിക്കുടിയെ ആദരിച്ചു. ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി VC പീറ്റർ, ട്രഷറർ ജോബി മേലെടുത്ത്, ബാബു ജോസഫ് പുത്തനങ്ങാടി എന്നിവർ സംസാരിച്ചു. രണ്ട് വ്യത്യസ്ത പാർട്ടികളിൽപ്പെട്ട ആളുകൾ അവരുടെ മനസ്സ് ഒരേ മനസ്സെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഇരുന്ന് സംസാരം കേട്ടപ്പോൾ എന്തൊരു സ്നേഹത്തിലാണ്. ഞാൻ പറയുന്നതിൽ രണ്ടുപേരും ജനമനസ്സുകളിൽ വലിയ സ്ഥാനം പിടിച്ച വ്യക്തിത്വങ്ങളാണ്. ഒത്തിരിയധികം പ്രവർത്തനങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തിരിക്കുന്നത്. ഈ ദേഹം 25 വർഷക്കാലമായി ജനങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ ഭാര്യ ഭർത്താവ് ആലോചിച്ച് പിന്നെ അവരുടെ മക്കൾ വരാനുള്ള സാധ്യത എന്തൊക്കെയായിരുന്നു. അവരുടെ തീവ്രമായ ജനങ്ങളോടുള്ള താല്പര്യവും അവരുടെ പ്രവർത്തനവും എന്നും നമുക്ക് ഓരോരുത്തർക്കും ഒരു പാഠമായിരിക്കട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുകയാണ്. ഷിബു നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷങ്ങൾ അദ്ദേഹം ചെയർമാനായിരുന്നു. ആ കാലഘട്ടത്തിലും അദ്ദേഹം നഗരത്തെ അതിഗംഭീരമായി നയിച്ചു മുന്നോട്ട് പോയിരുന്നത്. ആർക്കും ഒരു പരാതിയില്ല. കുറേ കാര്യം കൊടുത്തില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അങ്കമാലി പഴയ മാർക്കറ്റ് റോഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം S. ശർമ്മ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പുനഃസ്ഥാപിക്കുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുക, അങ്കമാലി കാലടി ടൗണുകളിൽ ഗതാഗത സ്തംഭനത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച് നടത്തിയത്. CPI എക്സിക്യൂട്ടീവ് അംഗം M. മുകേഷ് അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തട്ടയിൽ, CPM ജില്ലാ കമ്മിറ്റി അംഗം KK ഷിബു, ബെന്നി മൂഞ്ഞേലി, മാത്യൂസ് കോലഞ്ചേരി, CK സലിംകുമാർ, ദേവസിക്കുട്ടി പൈനാടത്ത്, ബിജു പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു. പതിറ്റാണ്ടുകാലമായി അനുവദിക്കുന്ന ഫണ്ടിൽ ഗണ്യമായി വെട്ടിക്കുറവ് വരുത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർബന്ധിതമായി നൽകിയിട്ടുണ്ട്. ഈ സമരം അങ്കമാലിയിലെ അസഹിഷ്ണുവായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ കൂടി സ്വരം, വിമർശനം ഉൾക്കൊള്ളുന്നവരാകണം ജനാധിപത്യ. സഹോദരിമാരും സഹോദരന്മാരടക്കം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയിക്കുന്ന തരത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് വർഗീയവാദികൾക്ക്, അഴിമതിക്കാർക്ക്, രാസലഹരി വിൽക്കുന്നവർക്ക് കൊടുന്നു ഈ കേരളത്തിലെ PD സതീശ സർക്കാർ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രവർത്തനം, പ്രവർത്തനം, ആലിയേറ്റീവ് പ്രവർത്തനം, അങ്ങനെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വരിഞ്ഞു മുറുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ പ്ലാൻ ഫണ്ട് തന്നെ പൂർണ്ണമായും അവർക്ക് നയപരമായ തീരുമാനങ്ങളെ ശരിയായ രൂപത്തിൽ നടപ്പാക്കുന്നതിനുള്ള സന്ദർഭമാണ് ലോക്കൽ ബോഡീസിന്റെ വികസന പ്രവർത്തനത്തിൽ സ്വീകരിക്കുന്ന പ്ലാൻ അലോക്കേഷൻ. ആ പ്ലാൻ അലോക്കേഷനാണ് ഇവിടെ വെട്ടിക്കൊടുത്തിരിക്കുന്നത്. മിസ്റ്റർ സതീശൻ
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കേരളത്തിൽ ചെയ്തിട്ടില്ല? അസാധാരണവും അതീവ ഗൗരവമേറിയതുമായ പദ്ധതി വിഹിതത്തിൻ്റെ ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ സംസ്ഥാനത്തിൻ്റെ മൊത്തം വികസന കൺസെപ്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ തുടങ്ങിയിട്ടുള്ള വിവിധ ചർച്ചകളിലെ വിവിധ രൂപത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാം ചർച്ച ചെയ്യുമ്പോൾ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് തന്നെ കൂടി, പ്ലാനിംഗ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൂടി കണക്ക് കൂട്ടി കാലേ കൂട്ടി 1429 കോടി രൂപ അദാനിയുടെ ഷെയറായിട്ടുണ്ടായിരുന്നത് വിറ്റ് മന്ത്രിസഭയിൽ പോകാതെ, മന്ത്രിസഭയിൽ പോയില്ലെങ്കിലും പിന്നീട് സർക്കുലേറ്റ് ചെയ്ത് മതി. കാരണം എന്താണെന്നറിയാം, മുഖ്യമന്ത്രി നിയമം ധനകാര്യ ഒരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ക്യാബിനറ്റ് അംഗീകരിക്കണേ നീക്കുന്നതാണ്. മന്ത്രിസഭ അംഗീകരിക്കുന്നതിന് തത്തുല്യമായ വിധത്തിലുള്ള ഫയൽ ക്രമീകരണം. ഈ കക്കണ കാര്യത്തിന് ഇത്രയേറെ ക്ലാസിക്കായിട്ടൊരു കൺസെപ്റ്റ് ഉണ്ടാവുന്നത് കുടിച്ചു വെള്ളത്തിൽ ഭാവിയിലേക്കുള്ള കളവ് കേരളത്തിൽ നടത്താൻ ഒരു ക്ലാസിക്കായിട്ട് മന്ത്രിസഭ രൂപീകരിച്ച് നമുക്ക് വേണ്ടത് തിരിമറി ചെയ്ത് കൊള്ള നടത്തുന്ന മിസ്റ്റർ സതീശൻ, നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് അതിൻ്റെ തലേ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് നേരെ വന്ന് നിങ്ങൾ പറവണം. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സയൻസ് ഫെയർ കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ചു. ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിലെ റിട്ടയർഡ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ MP രാജൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് ദിവ്യ ഷാജി അധ്യക്ഷയായി. കോടാലി SN ട്രസ്റ്റ് സെക്രട്ടറി EN ശശി മുഖ്യാതിഥിയായി. ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി OC വിജയൻ ദീപപ്രജ്വലനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ PS ഉഷ, വൈസ് പ്രസിഡന്റ് CP ഉണ്ണികൃഷ്ണൻ, ട്രഷറർ CK പ്രഭാകരൻ, മാനേജർ CG രാജൻ, പ്രിൻസിപ്പൽ PS ഉഷ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാനികേതന് കീഴിലുള്ള 32 സ്കൂളുകളിൽ നിന്നും 700ഓളം വിദ്യാർത്ഥികൾ 62 ഇനങ്ങളിലായി മാറ്റുരച്ചു. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന കവാട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 17 ഉച്ചയ്ക്ക് 2:30 വനം വനജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിക്കും. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവേശന കവാട സമുച്ചയം നിർമ്മിച്ചത്. വാഴച്ചാൽ വനവികസന ഏജൻസിയുടെ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ അതിരപ്പള്ളി വനശ്രീ ഇക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനവും നവീകരിച്ച വാഴച്ചാൽ വനശ്രീ ഇക്കോ ഷോപ്പിന്റെ സമർപ്പണവും മന്ത്രി നിർവഹിക്കും. വാഴച്ചാൽ ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. ബെന്നി ബെഹനാൻ MP വിശിഷ്ടാതിഥിയാകും. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡോക്ടർ L ചന്ദ്രശേഖർ റിപ്പോർട്ട് അവതരിപ്പിക്കും. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് കുമാർ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഡാളി പോൾ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK റിജേഷ്, അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം രമ്യ ബിനു, തൃശൂർ സെൻട്രൽ സർക്കിൾ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡോക്ടർ R ആടലർച്ചൻ, വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സുരേഷ് ബാബു, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത തബലിസ്റ്റും അധ്യാപകനുമായ അഖിലേഷ് രുദ്ര അനുസ്മരണം നടത്തി. മേലൂർ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ചടങ്ങ് മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോളി പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. അഖിലേഷിന്റെ ഗുരുനാഥൻ അന്നമരട സുരേഷ് മാസ്റ്റർ, അന്നമരട ബാബുരാജ് മാസ്റ്റർ, വാർഡംഗം PC അനു, തരംഗ് സെക്രട്ടറി കലാഭവൻ സുധി, വൈസ് പ്രസിഡന്റ് വിജയൻ മൽപാൽ, അനീഷ് PT, അയ്യപ്പദാസ്, കുമാർ ജി വെണ്ണൂർ, EK ഷിജു, ധനുഷ അനിൽ, അനുഷർ പാലത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏകദേശം 30 വർഷത്തോളം, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്, 30 വർഷത്തോളം ഈ കലാരംഗത്ത് തബല വായിച്ച് നിരവധിയായ പ്രമുഖരായ ആളുകളുടെ ഒപ്പം സ്റ്റേജ് പങ്കിട്ടിട്ടുള്ളൊരു കലാകാരനാണ്. നിരവധിയായ ശിഷ്യഗണങ്ങൾ ഉള്ള ഒരു കലാകാരൻ കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഈ അവസരത്തിൽ ഇപ്പം അഖിലേഷിൻ്റെ വേർപാട് എന്ന് പറയുന്ന അഖിലേഷിൻ്റെ ആ പേര് ഇന്നും നാളെയും ഏത് കാലത്തും ഓർക്കാൻ കഴിയാവുന്ന തരത്തിൽ അദ്ദേഹം ഒരു
സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഈ പറയുന്ന കലാരംഗത്ത് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ മേഖലയോട് അദ്ദേഹം ഒരു അർപ്പിച്ചിട്ടുള്ള ആ ഒരു മനസ്സ് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. നിരവധിയായ ശിഷ്യന്മാരും നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓരോ പരിപാടികൾക്ക് പെരുമാറ്റങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചായിരിക്കും പങ്കെടുത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ബന്ധുക്കളുടെയൊക്കെ ആ വിഷമം ഇപ്പോഴും മനസ്സിലുണ്ട്. ആ വിഷമത്തോടൊപ്പം ഞങ്ങളുടെ മനസ്സും അഖിലേഷുണ്ട് എന്നുള്ളത് നിങ്ങളോട് ഒന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. ഈ 15 കുട്ടികൾ മാഷ് അഖിലേഷ് നേതൃത്വത്തിലുള്ള തബല വാദന നടക്കും. ഗംഭീര വായന പ്രോഗ്രാമൊക്കെ പോകേണ്ട കട്ട് ചെയ്ത് 1 മാസം ട്രീറ്റ്മെൻറ്റ് നമ്മളെല്ലാം അതേപോലെ തന്നെ ഈ അരങ്ങൊഴിഞ്ഞ് പോവുകയും വളർച്ചയുടെ പിറകിൽ വലിയ കഠിനാധ്വാനമുണ്ട് എന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ നേരത്തെ സുരേഷ് മോശം പറഞ്ഞു. ഒരുപാട് ശിക്ഷകണങ്ങൾ 30 വർഷത്തിന് മേലെയല്ലേ. സംസ്ഥാനത്ത് പോലീസ് സ്റ്റേഷൻ ഭരണം SIമാർ ഏറ്റെടുത്തു. പോലീസിനെ ജനകീയമാക്കാനുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് മാറ്റം. പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 64 സ്റ്റേഷനുകളിൽ ഇൻസ്പെക്ടർമാർ തന്നെയായിരിക്കും SHOമാരായി തുടരുക. ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള പോലീസ് പരിഷ്കരണത്തിന് ഇത്തരത്തിൽ നേതൃത്വം കൊടുക്കുന്നതെന്നും ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുകയാണ് ലക്ഷ്യമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. കസ്റ്റഡി മർദ്ദനങ്ങളും അനധികൃത തടവുകളും പൂർണ്ണമായി ഒഴിവാക്കി ശാസ്ത്രീയമായ അന്വേഷണ രീതികൾ നടപ്പിലാക്കുന്നതിനാണ് നീക്കം. ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറുന്നതിനുള്ള പ്രത്യേക പരിശീലനം നൽകും. 20 വർഷം പിന്നിട്ട ജനമൈത്രി സുരക്ഷാ പദ്ധതി കൂടുതൽ ആധുനികവൽക്കരിക്കാനും തീരുമാനമുണ്ട്. പൊതുജനങ്ങളിൽ നിന്ന് പ്രതിമാസ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിനായി DIGമാരുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര സംവിധാനം വരും. പരാതികളുടെ എണ്ണം, FIR രജിസ്റ്റർ ചെയ്യൽ എന്നിവ DGPയുടെ നേതൃത്വത്തിൽ ഡിജിറ്റ് ലൈൻ നിരീക്ഷിക്കുക തുടങ്ങിയവയാണ് നടപ്പാക്കുന്ന പ്രധാന മാറ്റങ്ങൾ. ഇടതുപക്ഷത്തിന്റെ സമരമുറകൾ അപരിഷ്കൃതമെന്ന് മന്ത്രി റോജി M. ജോൺ. മൂക്കന്നൂർ ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ SFI പ്രവർത്തകർ നടത്തിയ സമരം ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്ന് മന്ത്രി പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ സർവകലാശാല നടപടി സ്വീകരിക്കും. SFI ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ചയായിരുന്നു കാലടി സംസ്കൃത സർവകലാശാലയിൽ സമരം നടന്നത്. ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള സമര രീതികളൊക്കെ അവലംബിക്കുമെന്നൊരു വാർത്ത ഞാൻ കാണാനിടയായി. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നൂതനമായിട്ടുള്ള ജൻസി സമര മാതൃകകളൊക്കെ ആവിഷ്കരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സമരത്തിലേക്കായിരിക്കും അവർ പോവുക എന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല. ഇത് അവര് ജൻസിയെ അഡ്രസ്സ് ചെയ്യല്ല, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു സമരത്തിലേക്കല്ല, വളരെ അപരിഷ്കൃതമായിട്ടുള്ള ഒരു സമര രീതിയിലേക്കാണ് ഇടതുപക്ഷം പോകുന്നത്. അവര് കാലത്തിൽ പുറകോട്ട് നടക്കുന്ന ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നുള്ളത് അത് അവർ തന്നെ ആലോചിക്കട്ടെ, അത് എത്രത്തോളം ഭൂഷണമാണ് എന്ന്. പക്ഷെ ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്ത തികച്ചും അപരിഷ്കൃതമായിട്ടുള്ള ഒരു സമര രീതിയാണ് അവിടെ ഉണ്ടായത്. പ്രത്യേകിച്ച് ഒരു വനിതാ വൈസ് ചാൻസലർക്ക് നേരെ അവരെ കയ്യേറ്റം ചെയ്യാൻ നടത്തുന്ന ഒരു ശ്രമം പോലും, അല്ലെങ്കിൽ ആ നിലയിലേക്ക് വരെ ആ സമരം മാറുന്നു എന്ന് പറയുന്നത് ഏത് നിലയ്ക്കാണ് ഇവരൊക്കെ ജനാധിപത്യത്തെയും അല്ലെങ്കിൽ സമര രീതികളെയും സംഘടനാ പ്രവർത്തനത്തെയും ഒക്കെ നോക്കിക്കാണുന്നത് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു സമരമാണ് അവിടെ ഉണ്ടായത്. കാലടി സർവകലാശാലയിൽ 10 വർഷക്കാലം ഇടതുപക്ഷം ഭരിച്ചിട്ട് ഈ 3 സർക്കാർ UDF അധികാരത്തിൽ വന്ന് 3 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പോഴാണ് അവർക്ക് അവിടെ സൗകര്യങ്ങളുടെ പരിമിതികളെ കുറിച്ച്, പോരായ്മകളെ കുറിച്ചൊക്കെ അവർക്കുണ്ടായത്. ഈ 10 വർഷക്കാലം അവരെവിടെയായിരുന്നു? ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നപ്പോൾ അവർ മിണ്ടാതിരുന്നിട്ട് ഇപ്പോഴാണ് അവർക്ക് ഇതൊക്കെ അവിടെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടത്. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് നടത്തുന്ന സമര നാടകങ്ങള്, സമര ആഭാസമാണ്. ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും, വിദ്യാർത്ഥികൾ തിരിച്ചറിയും. ഞാൻ പറഞ്ഞല്ലോ 10 വർഷക്കാലം അവിടെ അവർ പറയുന്ന വെള്ളമില്ല, എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് തന്നെ അറിയില്ല. പല സൗകര്യങ്ങളും പരിമിത പോരായ്മ പറയുന്നുണ്ട്. 10 വർഷക്കാലം ഇവർക്ക് ഒരു സമരമോ ഒരു നിവേദനമോ ഒരു ശബ്ദമുയർത്താനോ ഒന്നും സാധിക്കാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു സമരവുമായിട്ട് കടന്നു വന്നിരിക്കുന്നത്, ഇപ്പോൾ ഇങ്ങനെ ഒരു സമരവുമായിട്ട് കടന്നു വന്നിരിക്കുന്നത് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ രാഷ്ട്രീയമായിട്ടുള്ള ചില അജണ്ടകള് ആ സർവകലാശാലയിൽ ചില ആളുകൾക്കുണ്ട്. ആ അജണ്ട അത് നിലനിർത്തിക്കൊണ്ട് പോകാനോ അല്ലെങ്കിൽ ആ അജണ്ട സംരക്ഷിക്കാനോ വേണ്ടിയിട്ടുള്ള ചില നടപടികളാണ്. അത്തരം അജണ്ടകൾക്കൊന്നും മുമ്പിൽ
സർവകലാശാലയോ സർക്കാരോ വഴങ്ങില്ല എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്, പവന് 520 രൂപയാണ് കുറഞ്ഞത്. 1,12,120 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 65 രൂപയാണ് വർദ്ധിച്ചത്. 14,015 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. വ്യാഴാഴ്ച പവൻ വില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ എത്തിയ ശേഷം ഉച്ചയോടെ 1,120 രൂപ കുറഞ്ഞിരുന്നു. ഇതിന് തുടർച്ചയെന്ന പോലെയാണ് വിലയിൽ വെള്ളിയാഴ്ച ഇടിവുണ്ടായത്. 24 മണിക്കൂറിനിടെ 2 തവണകളായി 1,640 രൂപയാണ് പവൻ വില കുറഞ്ഞത്. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വത്തെ തുടർന്ന് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നതാണ് കഴിഞ്ഞ ദിവസം വിലയിൽ പ്രതിഫലിച്ചത്. വരും ദിവസങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ വിലയിൽ വ്യതിയാനങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണ വിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. ചാലക്കുടി നഗരസഭയും പൗരാവലിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ലോഹിതദാസ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഞായറാഴ്ച നടക്കും. ഉച്ചകഴിഞ്ഞ് 3:30 വ്യാപാര ഭവൻ ഹാളിൽ നടക്കുന്ന പരിപാടി സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭ അധ്യക്ഷ ആലി ഷിബു അധ്യക്ഷയാകും. പുരസ്കാര സമർപ്പണവും മുഖ്യ അനുസ്മരണവും ചലച്ചിത്ര സംവിധായകൻ CB മലയിൽ നിർവഹിക്കും. ചലച്ചിത്ര സംവിധായകൻ ജോസ് തോമസ് വിശിഷ്ടാതിഥിയാകും. പുരസ്കാര ജേതാവ് ബാഹുൽ രമേശ്, ജനറൽ കൺവീനർ സുന്ദർദാസ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ആനി പോൾ, OS ചന്ദ്രൻ, ഷിഫ സന്തോഷ്, ജിയോ കിഴക്കുന്തല, ലിജി ജോജി, UDF ലീഡർ ഷിബു LDF ലീഡർ ജിൽ ആന്റണി, വാർഡ് കൌൺസിലർ അൽഫോൺസ ചാക്കോ, ചീഫ് കോർഡിനേറ്റർ KA ഉണ്ണികൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി K പ്രമോദ് എന്നിവർ പ്രസംഗിക്കും. ജാർഖണ്ഡിനും ഗംഗാതീര പശ്ചിമ ബംഗാളിനും മുകളിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും എന്നാണ് മുന്നറിയിപ്പ്. തീവ്ര ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഗംഗാതട പശ്ചിമ ബംഗാളിലും ജാർഖണ്ഡിനും മുകളിലൂടെ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ജാർഖണ്ഡ്, വടക്കൻ ഛത്തീസ്ഗഡ് മേഖലകളിലൂടെ പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ശക്തി കൂടിയ ന്യൂനമർദ്ദമായി ദുർബലപ്പെടാൻ സാധ്യതയുണ്ട്. തൽഫലമായി കേരളത്തിൽ 2026 ആഗസ്റ്റ് 18 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് മഞ്ഞപ്രയുടെ അഭിമാനമായിരുന്ന നിര്യാതനായ സ്വാതന്ത്ര്യസമര സേനാനി മഞ്ഞപ്ര മേരിഗിരി മേക്കാടൻ പൗലോയെ ഓഗസ്റ്റ് 15 ശനിയാഴ്ച അനുസ്മരിക്കും. ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 8:30 മഞ്ഞപ്ര വടക്കുംഭാഗം ജംഗ്ഷനിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മഞ്ഞപ്രയുടെ മണ്ണിൽ ജനിച്ച് നാടിന്റെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിച്ച മഹനീയ വ്യക്തിത്വത്തിന്റെ ഓർമ്മ പുതുതലമുറയിലേക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെയാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം സംഘാടകർ അറിയിച്ചു. വന്യമൃഗശല്യം നേരിടുന്നതിൽ വനംവകുപ്പിന്റെ ഇടപെടൽ അഭിനന്ദാർഹമെന്ന് കർഷക കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി. അതിരപ്പള്ളി പഞ്ചായത്തിലെ വൈശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകന് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും ആനശല്യത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിന് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തത് ശ്രദ്ധേയമാണ്. മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് വനംവകുപ്പ് പ്രശ്നപരിഹാരത്തിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ വിവിധ നടപടികൾ ആരംഭിക്കുകയും പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയോര ജനതയുടെ ജീവനും കൃഷിയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കണമെന്നും കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് TB ദേവരാജൻ അധ്യക്ഷനായി. തൃശൂർ പൂത്തോളിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിൽ 1 വർഷത്തെ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ്, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ എന്നീ കോഴ്സുകളിലേക്കാണ് ഏതാനും സീറ്റുകളിൽ ഒഴിവുള്ളത്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0487 23 84 253, 9447 6102 23, 9656 72
0906 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സപ്ലൈകോ ഓണം ജില്ലാ ഫെയറിന്റെ ജില്ലാതല ഉദ്ഘാടനം യുവജനക്ഷേമം കായികം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർവഹിച്ചു. അതുകൊണ്ടുകൂടിയാണ് വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. അത്തരം അതിരപ്പള്ളി ഡിവിഷനിൽ കാലടി പ്ലാന്റേഷനിലെ 17 കാട്ടാനക്കുട്ടം എണ്ണപ്പന റോഡിലേക്ക് മറിച്ചിട്ടതിനെ തുടർന്ന് ഗതാഗതം മുടങ്ങി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സയൻസ് ഫെയർ കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ചു. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന കവാട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 17 ഉച്ചയ്ക്ക് 2:30 വനം വനജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിക്കും. സംസ്ഥാനത്ത് പോലീസ് സ്റ്റേഷൻ ഭരണം SIമാർ ഏറ്റെടുത്തു. ഇടതുപക്ഷത്തിന്റെ സമരമുറകൾ അപരിഷ്കൃതമെന്ന് മന്ത്രി റോജി M. ജോൺ. ഞാൻ പറഞ്ഞല്ലോ 10 വർഷക്കാലം അവിടെ അവർ പറയുന്ന വെള്ളമില്ല, എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് തന്നെ അറിയില്ല. പല സൗകര്യങ്ങളും പരിമിതം പോരാ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.